അപ്പം ഞാൻ ചാടി സൈഡിലേക്ക് ഒന്ന് ഓട്ടോറിക്ഷ ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്ന ഡയലോഗ് ഇതാണ് ദേഷ്യത്തിൽ, റോഡിൽ കൂടിയാണ് അവിടെ ഓട്ടോറിക്ഷ ഓടിക്കണത് എന്ന് വെച്ചിട്ട് ഈ ഓട്ടോറിക്ഷ പിടിച്ച് നിർത്തിയോണ്ടേ എല്ലാവരും ഭയങ്കര ചിരി. ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ, ഈ മൊബൈൽ ഫോണിൻ്റെ കാലത്ത് ഒരു ലവ് ലെറ്റർ എഴുതിയിട്ട് ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുക, അതിനുവേണ്ടി ലവ് ലെറ്റർ എഴുതാതെ അവൾ എഴുതിയാണെന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അത് അവിശ്വസനീയമായിട്ട് തോന്നാം. അതിനൊരു ശ്രീനിയുടെ മാജിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല ഇങ്ങനെ ഒരു ട്രാക്കിലൂടെ ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അത് ശ്രീനിയുടെ ഒരു സംഭാവനയാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ പറയുമ്പോൾ ഭരണി എന്ന് പറയുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ഭരണി വളരെ ഫേമസ് ആണല്ലോ. ഭരണിക്കുള്ള ആളുണ്ട്, അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. കാരണം അത്രമാത്രം ആൾക്കാരാണ് ഷൂട്ടിംഗ് കാണാൻ. ഈ ഷൂട്ടിങ്ങിന് ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾ പണിപ്പെട്ടു, പോലീസിനെ വിളിച്ച്. അപ്പോൾ ഞാൻ ശ്രീനിയോട് ചോദിച്ചു, നിങ്ങൾ തിരക്കഥ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതല്ല എൻ്റെ പണി. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൂളിഷായിട്ട് തോന്നും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനും ശ്രീനിവാസനും കൂടി ആദ്യം ചെയ്യുന്ന സിനിമയാണ് പാവം പാവൻ രാജകുമാരൻ. 1990 ആ സിനിമ റിലീസാവുന്നത്. പെരുവണ്ണാവൃത്ത വിശേഷങ്ങളും പ്രാദേശിക വാർത്തകൾക്കും ശേഷമാണ് ഞാൻ പാവം പാവൻ രാജകുമാരൻ എന്ന സിനിമ ചെയ്യുന്നത്. സത്യത്തിൽ ആദ്യം വേറൊരു കഥയുമായിട്ട് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനിവാസൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. ആ കഥ ശ്രീനിയായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അതങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ശ്രീനി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് മാറ്റി പിടിക്കാം, നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീനിയോട് പറഞ്ഞു. അപ്പോൾ ശ്രീനി നല്ല തിരക്കഥാകൃത്ത് കൂടിയാണ് ആ സമയത്ത്. സത്യനന്ദിക്കാടിൻ്റെ സിബിയുടെ ഒക്കെ പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ശ്രീനിക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ശ്രീനിയോട് ചോദിച്ചു, നിങ്ങൾ തിരക്കഥ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതല്ല എൻ്റെ പണി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് തിരക്കഥ എഴുതാനായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ശ്രീനിവാസൻ്റെ അടുത്ത് ചെല്ലുന്നത് MN ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശ്രീനിവാസൻ്റെ ഒരു കോമൺ സുഹൃത്തുണ്ട്. അദ്ദേഹം ശ്രീനിവാസൻ്റെ മദിരാശി കാലഘട്ടത്തിൽ, അതായത് പണ്ട് മദിരാശി എന്നാണ്, ചെന്നൈ മദിരാശി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അന്ന് ഞങ്ങളൊക്കെ കോടമ്പാക്കത്ത് ജീവിക്കുന്ന കാലത്ത് ശ്രീനിവാസൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഈ ശ്രീധരൻ. അദ്ദേഹം കുറേ കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറേ പേരുടെ ഹരിഹരൻ്റെ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് MN ശ്രീധരൻ. അതിനുശേഷം അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, പല്ലാങ്കുഴി എന്ന പേരിൽ സാംബശിവൻ നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമ. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പിന്നീട് സിനിമയൊന്നും ചെയ്യാതെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസനും ഞാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രീനിവാസൻ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കമൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ശ്രീനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ കമലൊന്ന് ശ്രീനിയോട് സംസാരിക്കണം, അപ്പോൾ ഞാനിതിലുണ്ടെന്ന് ആദ്യം പറയണ്ട, നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തിയതിന് ശേഷം എൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, അതെന്താണ്? അല്ല, അത് ശ്രീനിവാസൻ തന്നെ പറയും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശ്രീനിയുടെ അടുത്ത് ഈ കഥയായിട്ട് ചെല്ലുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷയമായിട്ട് ചെല്ലുന്നത്, നമുക്ക് വേറെ സിനിമ പിടിക്കാം, നമുക്ക് കുറച്ച് ലൈറ്ററായിട്ടുള്ള ഒരു ഹ്യൂമറായിട്ടുള്ള ഒരു സിനിമേനെ പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീനി എഴുതാനായിട്ട് തയ്യാറാവുന്നത്. അത് തൃശ്ശൂർ രാമലയത്തിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത്. പിറ്റേ ദിവസം അവിടേക്ക് MN ശ്രീധരൻ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ശ്രീധരനെ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന മാതിരി ശ്രീനിയുടെ ഒരു അഭിനയം ഉണ്ടല്ലോ, താനെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കമലിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള ഒരു പഴയ സൗഹൃദമൊക്കെ പങ്കുവച്ചിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു MN ശ്രീധരനാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വേറൊരു പ്രൊഡ്യൂസറുണ്ട്, അത് ചെറുപുഷ്പം കൊച്ചേട്ടനാണ്. ചെറുപുഷ്പം ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് അന്ന് വലിയൊരു ബാനറാണ്, ഈറ്റ എന്ന് പറഞ്ഞ പോലെ ഐവിശേഷിയുടെ പടമൊക്കെ എടുത്തിട്ടുള്ള വലിയൊരു ബാനറാണ്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് റിയൽ പ്രൊഡ്യൂസർ, ഇദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ തമാശയ്ക്ക് ചോദിച്ചു, ഒരു പ്രൊഡ്യൂസറൊക്കെ ആവാനുള്ള മാതിരി MN ശ്രീധരൻ വളർന്നോ എന്നൊക്കെ തമാശയ്ക്കിട്ട് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, ഇതൊരു നാടകമായിരുന്നു, ചുമ്മാ എന്നെ ഇതിലേക്ക് പെടുത്തണം, ശ്രീനിയും ഇതിൽ വരണം, അതിന് വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെ ശ്രീനി അങ്ങനെ ഒന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശ്രീനിയോടാണ് സത്യത്തിൽ MN ശ്രീധരൻ ആദ്യം വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു പടത്തിൻ്റെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ ശ്രീനി പറഞ്ഞ് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം എന്ന് പറഞ്ഞ് ശ്രീധരൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ തൃശ്ശൂർ ഇരിക്കുന്നില്ല, എനിക്കപ്പോൾ ശ്രീനിക്ക് തലശ്ശേരിയിൽ പോകേണ്ട കാര്യമുണ്ട്, വീട് തലശ്ശേരിയിലാണ്. അന്ന് ശ്രീനി തലശ്ശേരിയിലാണ് സ്ഥിരതാമസം, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ കമലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് തലശ്ശേരിയിൽ ഇരിക്കാം. അപ്പോൾ എനിക്കും തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ ഞാനൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കും താല്പര്യമുണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ്. ശ്രീനി അപ്പോൾ പുതിയ വീട് വെച്ചിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് ആ വീട്ടിൽ പോകാം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. എനിക്ക് അവിടെ തലശ്ശേരി ടൗണിൽ ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഞങ്ങൾ ഡിസ്കഷൻ തുടങ്ങുന്നു. പല കഥകളും ആലോചിച്ചു. അപ്പോൾ ശ്രീനിയും പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കഥ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ തമാശകൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്നും അങ്ങോട്ട് ശരിയായില്ല അവർക്ക്. അപ്പോൾ ഒരു ദിവസം ശ്രീനിവാസൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് സംഭവിച്ച ഒരു അമളി തന്നെയാണത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടി പറ്റിച്ച കഥ, കുറേ കാലം കബളിപ്പിച്ച ഒരു പ്രണയകഥയുടെ ഒരു ആശയമുണ്ട്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞു, ഇതേപോലെ ലവ് ലെറ്റർ എഴുതി ഏതോ ഒരു പെൺകുട്ടി, ഇയാൾ കണ്ടിഷ്ടപ്പെട്ട് ഒരു മോഹം തോന്നിയ ഒരു പെൺകുട്ടിക്ക് ഇയാളെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഇയാളുടെ സുഹൃത്തുക്കൾ, അല്പം വിഡ്ഢിയാനായിട്ടുള്ള ഒരു ആളാണ് പുള്ളി. അദ്ദേഹത്തെ സുഹൃത്തുക്കൾ ആ പെൺകുട്ടി എഴുതിയാണെന്നും പറഞ്ഞ് ലവ് ലെറ്റർ എഴുതി പറ്റിച്ച ഒരു സംഭവം, റിയലായിട്ട് നടന്നൊരു സംഭവം ശ്രീനി എന്നോട് പറയുന്നു. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ അത് കൊള്ളാവുന്നൊരു ആശയമാണല്ലോ. അപ്പോൾ ശ്രീനി പറഞ്ഞു, ഇതുപോലൊരു സാധനം എസ്.കെ. പൊറ്റക്കാടിൻ്റെ കോട്ടുബാക്കി എന്ന് പറയുന്ന ഒരു കഥയിലുണ്ട്. അത് പക്ഷേ ഇങ്ങനെയല്ല, പക്ഷേ അതിൽ ഇതേപോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറ്റിച്ചിട്ട് അവസാനം ഒരു കോട്ടൊക്കെ ഇട്ട് ഇയാൾ നടക്കുമായിരുന്നു. ആ കോട്ട് മാത്രമേ അയാൾക്ക് ബാക്കിയായി. അതാണ് സംഭവം. അങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കഥ പണ്ടങ്ങോട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എസ്.കെയുടെ തിരഞ്ഞെടുത്ത കഥകളൊക്കെ വാങ്ങിച്ച് നമ്മളത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങളാലോചിക്കുന്ന കഥയ്ക്ക് ബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് സാമ്യം വരരുത്. സാമ്യം വരികയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് റൈറ്റ്സ്, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യണമെങ്കിൽ എന്നുള്ളൊരു ആലോചനയിൽ ഞങ്ങൾ എത്തുന്നു. പക്ഷേ ഞങ്ങളത് വർക്ക് ചെയ്ത് വന്നപ്പോൾ വേറൊരു ആംഗിളിൽ കൂടിയാണ് കഥ പോയത്. ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ്, ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ്. ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകരായിട്ടുള്ള 4 കഥാപാത്രങ്ങൾ, അവർക്കിടയിലുണ്ടാകുന്ന, അവരൊരുമിച്ചൊരു ലോഡ്ജിൽ താമസിക്കുന്ന, അവർക്കിടയിലുണ്ടാകുന്ന കുറേ തമാശകളിലൂടെയൊക്കെയാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. അത് ശ്രീനിവാസൻ ഭയങ്കര പിശുക്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. വാടക പോലും കൊടുക്കില്ല, വൈകുന്നേരം ലൈറ്റൊക്കെ നേരത്തെ ഓഫ് ചെയ്യണമെന്ന് പറയുന്നു, ഫ്രണ്ട്സായിട്ടൊന്നും കമ്പനി അടിക്കാത്ത ഒരു പിശുക്കനായിട്ടുള്ള, പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്നു, പെണ്ണ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണല്ലോ ശ്രീനിവാസൻ്റെ അതിൽ. ശ്രീനിവാസൻ്റെ ഫ്രണ്ട്സായിട്ട് ജഗദീഷ്, മണിയമ്പിള്ള രാജു, സിദ്ദീഖൊക്കെ അന്ന് സിനിമയിൽ തുടങ്ങിയ സമയമാണ്, അധികം സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. ജഗദീഷും മണിയമ്പിള്ള രാജുവും കുറേ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഈ 4 പേരെ വെച്ചിട്ടാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. പിന്നെ നായികയുടെ ക്യാരക്ടർ, നായിക പലരും ആലോചിച്ച് അവസാനം രേഖ. അപ്പോൾ ഓട്ടൊക്കെ ഓടി നിൽക്കുന്ന സമയമാണ്, രേഖയ്ക്ക് നല്ല മാർക്കറ്റും കൂടിയുള്ള ഒരു നായികയാണ്. ആ സമയത്താണ് ഇത് എവിടെ ഷൂട്ട് ചെയ്യും, കാരണം എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, തലശ്ശേരിയൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ആദ്യം ശ്രീനി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ തലശ്ശേരി ഭാഗത്തൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ശ്രീനി പറഞ്ഞു അത് വേണ്ട, ചിലപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആൾക്കാർ വന്നിട്ട് എന്നെ തല്ലും, കാരണം പഴയ ഒരു സുഹൃത്തിൻ്റെ ആണല്ലോ, അതൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പിന്നെ തലശ്ശേരിയിലെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 1 ലൈൻ ഫോമിലാക്കിയപ്പോൾ എൻ്റെ ഒന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, ഈ കഥ എങ്ങനെ അവസാനിപ്പിക്കും, കാരണം ഇയാളെ പറ്റിച്ചാണെന്ന് ഇയാൾ തിരിച്ചറിയുന്നു, ഫ്രണ്ട്സായിട്ട് ഇയാൾ തെറ്റുന്നു, പിന്നെ ഇയാൾ അബ്സ്കോണ്ടിങ് ആണ് ഈ ക്യാരക്ടർ. അതിനുശേഷം ഈ മനുഷ്യന് എന്ത് സംഭവിച്ചു, അതിലേക്ക് നമ്മൾ കഥ ഡെവലപ്പ് ആവണം. അതൊന്നും ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഒരു സമയമൊക്കെ ആയി. ചെറുപുഷ്പം കൊച്ചേട്ടൻ പ്രൊഡ്യൂസർ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ 2 പാട്ടുണ്ട് പടത്തിൽ, സിറ്റുവേഷൻ വന്നപ്പോൾ 2 പാട്ടുണ്ട്. അപ്പോൾ ജോൺസനാണ് അതിൻ്റെ മ്യൂസിക്. കൈതപ്രം പാട്ട് എഴുതുന്നു. കൈതപ്രം എനിക്ക് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നതും ഈ പടത്തിലാണ്, പാവം രാജകുമാരൻ. അപ്പോൾ അതൊരു തുടക്കമായിരുന്നു. ഞങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ ഏകദേശം അതായിരുന്നു, ലൊക്കേഷൻ എവിടെയാണെന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാവുന്നൊരു കഥയാണ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ ശ്രീനിയോട് സജഷൻ പറഞ്ഞു, നമുക്ക് കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്താൽ എന്താ, എൻ്റെ നാടാണല്ലോ. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, കമലിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്കിപ്പോൾ ഒരു വീടും അതിനോട് അനുബന്ധമായിട്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജും കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടു. ഞാൻ പറഞ്ഞു അതൊന്നും വലിയ പ്രശ്നമില്ല, നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുങ്ങല്ലൂർ ലൊക്കേഷനാകുന്നു. കൊടുങ്ങല്ലൂർ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അവിടെയാണ് ഞങ്ങൾ ബാക്കി എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ശ്രീനി ഇരിക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്. ആ ട്യൂട്ടോറിയൽ കോളേജ് നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി ചെന്നു നമുക്ക് കിട്ടുന്നു. കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവർ താമസിക്കാനായിട്ട് ഒരു വീടും, അതും എനിക്ക് പരിചയത്തിലുള്ള ഒരാളുടെ വീടാണ്, ഒഴിഞ്ഞിടക്കുന്ന വീടാണ്. അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. ബാക്കി അതിൻ്റെ പരിസരത്തുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ. ഈ കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുങ്ങല്ലൂർ അങ്ങനെ അധികം സിനിമകൾ ആ കാലത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. വളരെ മുമ്പ് പ്രേംനസീറൊക്കെ ഉള്ള സമയത്ത് കാലചക്രം എന്ന് പറഞ്ഞ പടമൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ചെമ്മീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ആ അടുത്ത കാലത്തൊന്നും ഒരു പടവും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രീനിവാസനൊക്കെ ആണെങ്കിൽ അന്ന് നല്ല ആൾക്കാർക്ക് അറിയാവുന്ന പോപ്പുലറായിട്ടുള്ളൊരു ഹീറോ കൂടിയാണല്ലോ. അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഏതാണ്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ പറയുമ്പോൾ ഭരണി എന്ന് പറയുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ഭരണി വളരെ ഫേമസ് ആണല്ലോ, ഭരണിക്കുള്ള ആളുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. കാരണം
അത്രമാത്രം ആൾക്കാരാണ് ഷൂട്ടിംഗ് കാണാൻ. ഈ ഷൂട്ടിങ്ങിന് ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾ പണിപ്പെട്ടു. പോലീസിനെയൊക്കെ വിളിച്ച് പോലീസുകാരെയൊക്കെ വന്ന് ആളെയൊക്കെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഒന്നാമത് എൻ്റെ നാടാണല്ലോ, ചില ആൾക്കാർ കുഴപ്പക്കാർ ഇവിടെ ആയിട്ടുള്ള ആൾക്കാർ ഏത് നാട്ടിലും ഉണ്ടാവുമല്ലോ, അവർ വന്നിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അലമ്പൊക്കെ ഉണ്ടാക്കി 1-2 പേരെ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയതൊക്കെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് മിക്കവാറും ശ്രീനി എന്നോട് പറഞ്ഞ് നമുക്ക് ലൊക്കേഷൻ എല്ലാം മാറ്റിപ്പിടിക്കലാണ് നല്ലത്, കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ഇത് മുന്നോട്ട് പോകും തോന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ എനിക്കൊരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായി. കാരണം എൻ്റെ നാട്ടിൽ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഷൂട്ടിംഗ് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണമല്ലേ. അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോടൊക്കെ പറഞ്ഞ് അല്ല നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ, പോലീസുകാരെയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും കൂടി അങ്ങ് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ട് വന്നു. ലൊക്കേഷനിൽ ആളെ മാറ്റാനൊക്കെ ആയിട്ട് ഇവരാണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ലാൽ ജോസ് എൻ്റെ കൂടെ ഉണ്ട്, ദിലീപും ഒന്നും വന്നിട്ടില്ല, അതിന് ശേഷമാണ് ദിലീപൊക്കെ വരുന്നത്. പിന്നെ സൂര്യൻ, സലീം പടിയത്ത് അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ അസോസിയേറ്റ്സൊക്കെ ആയിട്ടുള്ളത്. ഞങ്ങൾ അടുത്ത ദിവസം ഷൂട്ടിംഗ് വന്നപ്പോൾ റോഡിലാണ് ഷൂട്ടിംഗ്. ആ റോഡിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നത് കൊടുങ്ങല്ലൂർ തെക്കേ നട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അമ്പലത്തിൻ്റെ തെക്കേ നട, കാളീശ്വരി ടാക്കീസ് എന്ന് പറഞ്ഞ ടാക്കീസൊക്കെ ഉണ്ട്, അതിൻ്റെ ജംഗ്ഷനിലാണ് ഷൂട്ടിംഗ്. അതേപോലെ ഭയങ്കര ആൾക്കൂട്ടമാണ്, സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം വരും അവിടെ, അങ്ങനെ ടൗണാണ്, ടൗണിൻ്റെ നടുവിലാണ്. അല്ലാണ്ട് ഷൂട്ടിംഗ് കാണാൻ വന്ന ആൾക്കാരായിട്ട് ഈ ട്രാഫിക് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട്, അപ്പോൾ എസ് ഐയോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി ഇന്നലത്തെ മാതിരി അടിയും പ്രശ്നമൊന്നും ഉണ്ടാകരുത്, എന്നാലും ട്രാഫിക്കൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ഷോട്ട് എടുക്കുക. അപ്പോൾ ശ്രീനിയും ഇവർ മണിയമ്പിള്ളയൊക്കെ നടന്നു വരുന്നത്, 4 പേരും കൂടി നടന്നു വരുന്ന ഷോട്ട് എടുക്കണം. അപ്പോൾ ഈ ആൾക്കാർ ഷൂട്ടിംഗ് കാണാൻ ക്യാമറയിൽ നോക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് ആൾക്കാരെ നമുക്ക് സൈഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവസാനം ടേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്യാമറയുടെ മുമ്പിൽ കൂടി റോഡിൻ്റെ നടുവിൽ കൂടി ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ നേരെ വന്നിട്ട് ശ്രീനിവാസൻ്റെയൊക്കെ മുമ്പിൽ കൂടി ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കൺട്രോൾ പോയിട്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഷോട്ട് കട്ട് ചെയ്യേണ്ടി വരും, ഇനി വീണ്ടും എടുക്കാമെന്ന് പറഞ്ഞ് ഈ ആളെ മുഴുവൻ മാറ്റണം. അപ്പം ഞാൻ ഓട്ടോറിക്ഷ സൈഡിൽ നിൽക്കുകയാണ്, ഈ ഓട്ടോറിക്ഷ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലേക്ക് വരും. അപ്പം ഞാൻ ചാടി സൈഡിലേക്ക് ഒന്ന് ഓട്ടോറിക്ഷ ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്ന ഡയലോഗ് ഇതാണ് ദേഷ്യത്തിൽ, റോഡിൽ കൂടിയാണ് അവിടെ ഓട്ടോറിക്ഷ ഓടിക്കണത് എന്ന് വെച്ചിട്ട് ഈ ഓട്ടോറിക്ഷ പിടിച്ച് നിർത്തിയോണ്ടേ എല്ലാവരും ഭയങ്കര ചിരി. ശ്രീനിയൊക്കെ ചിരിച്ച്, മണിയമ്പിള്ളയൊക്കെ ഞാൻ നോക്കുമ്പോഴേ ചിരിച്ചതാവുന്നു, ബാക്കിൽ ലാൽ ജോസൊക്കെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ അങ്ങ് ചിരിച്ചു. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല, ഇവരൊക്കെ എന്താണ് ചിരിക്കുന്നത് പറയുന്നത്, ക്യാമറാമാൻ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അറിയാതെ വരുന്ന ചില ഡയലോഗുകളുണ്ട്, അതെനിക്ക് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല ഷൂട്ടിങ്ങിന് വരുമ്പോഴും ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ. പക്ഷേ ഈ ഡയലോഗ് ഈ റോട്ടിൽ കൂടെയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ എല്ലാ സിനിമയുടെ സമയത്തും ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ പറയുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു തമാശ. പിന്നീട് ദിലീപൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ദിലീപ് വെറുതെ തമാശക്കെങ്കിലും ആൾക്കാരോട് റോട്ടിൽ കൂടിയാണോ ബസ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ റോട്ടിൽ കൂടിയാണോ കാർ ഓടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാ സിനിമയ്ക്കും ഇതിങ്ങനെ ആവർത്തിക്കുന്ന, ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ഒരു ഡയലോഗ് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള ചിലപ്പോൾ ഡയറക്ടർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. പിന്നീട് വേറൊരു ലൊക്കേഷനിൽ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലം, നോർത്ത് പറവൂരിൽ. അവിടെ ഒരു ജംഗ്ഷനിലാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, കുറേ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ ഈ ഹീറോയിൻ രേഖ വന്ന് ഇറങ്ങുന്നു, ശ്രീനിവാസം വരുന്നു. അതിനുശേഷം ബസ് കയറിയിട്ടുള്ള സീനാണ്. ആ സീൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഗോപേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്നിട്ട് ഇങ്ങനെ ശ്രീനി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിക്കുന്ന സീനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരിങ്ങനെ നിരന്ന് നിൽക്കുന്നത്, ഒരു ഓട്ടോറിക്ഷക്കാരൻ നേരെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ കൈ ഇങ്ങനെ കുത്തിയിട്ട് ക്യാമറയിൽ നോക്കി നിൽക്കുക. ഇയാളോട് എന്ത് പറഞ്ഞിട്ടും മാറുന്നില്ല. പലതവണ എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തർ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് നോക്കും, ഒന്ന് മാറി ചേട്ടാ ഒന്ന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അങ്ങനെ ആ ശരി എന്നൊക്കെ പറയും. ഞങ്ങൾ കറക്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇയാൾ ക്യാമറയിൽ നോക്കും, വേറെ എവിടെ നോക്കില്ല, നേരെ ക്യാമറയിൽ പർപ്പസായിട്ട് നോക്കുന്ന മാതിരി തോന്നി. എനിക്ക് തോന്നിയത് ഷൂട്ടിംഗ് നടക്കില്ല, ഇനി വീണ്ടും കൊടുങ്ങല്ലൂർ ഫസ്റ്റ് ഡേ ഉണ്ടായ മാതിരി അലമ്പാവും തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്ന വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഗോപിനാഥ് എന്നാണ് പേര്. അദ്ദേഹം സ്കൂൾ മാഷായിട്ട് പുള്ളിക്ക് സിനിമയോടുള്ളൊരു താല്പര്യം കൊണ്ട് ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളി മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു സാധാരണ ടിപ്പിക്കൽ മാഷുടെ ലുക്കൊക്കെ ഉള്ള ഒരാളാണ്. അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ സിനിമ യൂണിറ്റിലുള്ള ഒരാളാണെന്ന് നോക്കില്ല. പുള്ളി എപ്പോഴും മാറി നിൽക്കുകയുള്ളൂ. പുള്ളിയുടെ ഒരു പ്രത്യേകത ആണ്, കാരണം ഇതിൻ്റെ കൂടെ നിൽക്കില്ല, പുള്ളി മാറി നിന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യലാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടർ ആണെങ്കിലും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് പുള്ളി നോക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. ഞാൻ നേരെ ലാൽ ജോസിൻ്റെ അടുത്ത് പറഞ്ഞു, ലാലു നേരെ ഗോപിയുടെ അടുത്ത് വന്നിട്ട് ആ ഓട്ടോറിക്ഷ കയറിയിട്ട് എവിടേക്കെങ്കിലും ഓട്ടം പോകാൻ പറഞ്ഞു. മനസ്സിലായില്ലേ, ആ ഗോപി നമ്മളുടെ കൂട്ടത്തിലുള്ള ആളെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. 10 കിലോമീറ്റർ ഉണ്ട്, അപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ.
അങ്ങനെ ഗോപിയോട് ഇത് പറഞ്ഞ് ഗോപിക്ക് കാര്യം മനസ്സിലായി. ഗോപി നേരെ ഈ ഓട്ടോറിക്ഷ ചെന്ന്, അപ്പോൾ അത് അയാളുടെ തൊട്ട് മുമ്പിൽ വേറൊരു ഓട്ടോറിക്ഷ ഉണ്ട്. നമുക്ക് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെയൊക്കെ രീതി അറിയാമല്ലോ. അപ്പോൾ ഏറ്റവും മുമ്പിലുള്ള ഓട്ടോറിക്ഷയിൽ വേണം കയറാനായിട്ട്, കാരണം അവർ പറയുമല്ലോ ഊഴമുണ്ടല്ലോ, അതനുസരിച്ച് കയറാൻ വേണ്ടി. ഗോപി ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതിൽ മുമ്പിലെ ഓട്ടോ ഉണ്ട്, അതിൽ പോകാൻ പറഞ്ഞു. ഇല്ല എനിക്ക് ഈ ഓട്ടോയിൽ പോകണമെന്ന് പറഞ്ഞു ഗോപി. അപ്പോൾ അയാൾക്ക് സംശയം തോന്നി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് വേറെ പണിയില്ല. ലാലു എന്ന് വെച്ചാൽ അതാണ് ഈ പ്രസൻസ് ഓഫ് മൈൻഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ലാലു എന്ന് വെച്ചാൽ നേരെ മുമ്പിലെ ഓട്ടോറിക്ഷയിൽ ലാൽ ജോസ് നേരെ കയറിയിട്ട് ചേട്ടാ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരനൊന്നും അറിയാത്തവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാളങ്ങ് പോയി. പിന്നെ ഇത് മുമ്പിലായല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോപിക്ക് ഇതിൽ കയറിയല്ലേ പറ്റും. അപ്പോൾ ഗോപി ഇതിൽ കയറുന്നു. അയാൾ ഞങ്ങൾ ദേഷ്യത്തിലിങ്ങ് നോക്കിയിട്ട്, അപ്പോൾ ഇയാൾക്ക് പിടിയിട്ടില്ല ഞങ്ങളുടെ യൂണിറ്റിലുള്ള ആളാണ് ഈ ഗോപി മാഷ് എന്നുള്ളത്. ഇയാൾ നേരെ ഓട്ടം പോകാണ്ടിരിക്കാൻ പറ്റില്ല, അയാളുടെ ഉപജീവന മാർഗ്ഗമല്ലേ. ഇയാൾ നേരെ പോയി. അപ്പോൾ പോയി കഴിഞ്ഞ് കുറേ ദൂരെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിട്ട് ഗോപി തിരിച്ചു വരികയാണ്. ഗോപി തിരിച്ചു വരുമ്പോൾ ഗോപിയുടെ പൈസ ഇല്ല, ഓട്ടോറിക്ഷ കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ല. അപ്പോൾ പുള്ളി പെട്ടുപോയി. ഓട്ടോറിക്ഷക്കാരൻ ഭയങ്കരമായിട്ട് ചൂടാവാൻ തുടങ്ങി. ചൂടായി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഗോപി നോക്കുമ്പോൾ കാണാൻ ഞങ്ങളുടെ ബസ് ഷൂട്ട് ചെയ്തുകൊണ്ട് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ ക്യാമറയൊക്കെ ഇട്ടിരുന്നിട്ട് ഗോപി ബസ്സിനെ ചേസ് ചെയ്യണം. ഓട്ടോറിക്ഷക്കാരെടുത്ത് ആ ബസ്സിൻ്റെ ബാക്കി കൂടെ പോകാൻ പറഞ്ഞത്. അങ്ങനെ കുറേ ദൂരം പോയി ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഗോപി അതിൻ്റെ അടുത്ത് വന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് സാറേ ഷൂട്ടിങ് കഴിഞ്ഞാന്ന് വെച്ചിട്ട് വന്നു. ഈ ആൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ ഓട്ടോറിക്ഷക്കാരൻ ഇത് ഷൂട്ടിങ്ങിൻ്റെ ആളാണ്, എന്നെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പല സിനിമകൾക്കും സംഭവിക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ അവരെ വിഡ്ഢികളാക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് പ്രതികരിക്കും. ചിലപ്പോൾ വല്ലാണ്ട് ചീത്ത പറയുന്നതും അങ്ങനെ വേറെ ഒന്ന് രണ്ട് സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതാണ് പാവം രാജകുമാരൻ ഷൂട്ട് ചെയ്ത കൊടുങ്ങല്ലൂരിലെ അനുഭവങ്ങൾ. ഇപ്പോഴും കൊടുങ്ങല്ലൂരിലുള്ള ആൾക്കാർ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്, കാരണം കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്തൊരു അനുഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ വരെ അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇത് ഈ പടം എങ്ങനെ അവസാനിപ്പിക്കും, ക്ലൈമാക്സ് ഇല്ല പടത്തിന്. അപ്പോൾ ശ്രീനിവാസൻ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂരത്തെ ഷെഡ്യൂൾ മുഴുവൻ കഴിഞ്ഞ് ബാക്കി ഇനി ഒരു 5-6 ദിവസമെങ്കിലും ഷൂട്ട് ചെയ്യണം, എന്നാലേ ക്ലൈമാക്സ് ഭാഗങ്ങളാണ്. പക്ഷേ അത് ഇവിടെ അല്ല, കൊടുങ്ങല്ലൂരല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്രീനിക്കും അറിയാവുന്നുള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ് ഞാനും ശ്രീനിയും കൂടി ഇരിക്കുകയാണ്, ഈ സിനിമ എങ്ങനെ ഫിനിഷ് ചെയ്യും എന്നാലോചിച്ച് നോക്കിയേ. കാരണം ക്ലൈമാക്സ് ഇല്ല. ഈ കഥാപാത്രം അവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആണ്. പിന്നെ ഇയാൾ അവിടെ പോയി. ആ ഇതിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തുകയും ഊട്ടിയിൽ ഇയാൾ ഈ രേഖ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിന്നീട് എപ്പോഴോ പ്രണയിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി പറ്റിച്ചിട്ട് അവിടെ കൊണ്ടുവരുന്നത്. ആ സിനിമ കണ്ടുള്ളവർക്കറിയാം, ട്രെയിനിൽ ഫ്രണ്ട്സ് പല സ്ഥലത്ത് നിന്ന് വരുന്നു. പിന്നെ പടം തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ. അതൊക്കെ നമ്മൾ അവസാനം ഉണ്ടാക്കി, ഈ മെയിൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് അതൊക്കെ. അങ്ങനെ പടം തുടങ്ങുമ്പോൾ ഈ ഫ്രണ്ട്സും ബാക്കി 3 പേരും പല സ്ഥലത്തു നിന്ന് ഇദ്ദേഹത്തിൻ്റെ കത്തുകൾ കിട്ടിയിട്ട് ഒരുമിച്ച് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഊട്ടിയിൽ വരുന്നു. അവിടെ വെച്ചിട്ടാണ് ക്ലൈമാക്സ്, തോക്കെടുത്തൊക്കെ പേടിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഭയന്നു പോയി. കാരണം ഇത് എങ്ങനെ ഇത് അവസാനിപ്പിക്കും, കാരണം നല്ല ത്രെഡാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ അതിനൊരു ശ്രീനിയുടെ മാജിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല ഇങ്ങനെ ഒരു ട്രാക്കിലൂടെ ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അത് ശ്രീനിയുടെ ഒരു സംഭാവനയാണ്. അങ്ങനെയാണ് ആ പടം അവസാനിപ്പിച്ചത്. ഇത് രസകരമായിട്ട്, കാരണം വെച്ചാൽ ഭയങ്കര സട്ടിലായിട്ടുള്ള ഹ്യൂമറാണ് ഈ സിനിമയ്ക്കുള്ളത്, അല്ലാതെ വലിയ ഒരു തമാശയും ബഹളങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം നന്നായിട്ട് ഓടിയ പടമാണ്. പക്ഷേ ഇപ്പോഴും പിൽക്കാലത്താണ് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീനിയുടെ അതിൻ്റെ ഹ്യൂമറുണ്ട്, മീശ പഠിക്കുന്ന സീക്വൻസ്, പിന്നീട് വടിച്ച മീശ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീനി കാണിക്കുന്ന കുറേ തമാശകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാരക്ടർ, അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇന്നസെൻ്റ് ഏട്ടന് ഈ ഗാന്ധിയനായിട്ടുള്ള ആട്ടുംപാൽ മാത്രം കുടിക്കുമെന്നൊക്കെ പറയുന്ന ഈ രേഖയുടെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഇന്നസെൻ്റ് ഏട്ടൻ്റെ ക്യാരക്ടർ. അതുപോലെ മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ട്യൂട്ടർ കോളേജ് ഹെഡ് മാസ്റ്ററായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്ക ഭയങ്കര രസകരമായൊരു ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമുണ്ട് അതിൻ്റെ അകത്ത്, അറിയാമല്ലോ, ജയറാം ഇവളുടെ മുറച്ചെറുക്കനായിട്ട് അധികം സീനുകളില്ലെങ്കിൽ പോലും ജയറാമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അങ്ങനെ അന്നത്തെ യങ്സ്റ്റേഴ്സായിട്ടുള്ള, വേണമെങ്കിൽ ആ കാലത്തെ ഒരു ന്യൂജൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയാണ് ഈ പാവം രാജകുമാരൻ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ന്യൂജൻ സിനിമകൾ യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടി ഒരു ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുന്നു, ബാച്ചിലേഴ്സിൻ്റെ കഥ ഒരുപാട് സിനിമയിൽ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അധികം അങ്ങനെ ബാച്ചിലേഴ്സിൻ്റെ സിനിമ വന്ന ഒരു കാലമല്ല മലയാളത്തിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ബാച്ചിലേഴ്സിൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ന്യൂജൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ചെയ്തിട്ടുള്ള അന്നത്തെ ഏറ്റവും കറണ്ടായിട്ടുള്ള ഒരു വിഷയമായിരുന്നു പാവം രാജകുമാരിൽ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൂളിഷായിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ഒട്ടും പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ലവ് ലെറ്റർ എഴുതിയിട്ട് ഒരു പെണ്ണിനെ പറ്റിക്കുക.
ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഈ മൊബൈൽ ഫോണിൻ്റെ കാലത്ത് ഒരു ലവ് ലെറ്റർ എഴുതിയിട്ട് ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുക, അതിനുവേണ്ടി ലവ് ലെറ്റർ എഴുതുക, അത് അവൾ എഴുതിയാണെന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അത് അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷേ ഞങ്ങളുടെ തലമുറയെ സംബന്ധിച്ചോളം അത് വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ പടം റിലീസ് ചെയ്തതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാനന്ന് കൊടുങ്ങല്ലൂർ പുതിയ വീട് വെച്ച് താമസിച്ചിട്ടില്ല, എൻ്റെ തറവാട് വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെ നേരെ മുമ്പിലൊരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇതേപോലെ ഒരാളുണ്ടായിരുന്നു അത്രേ. എൻ്റെ തന്നെ പേരാണ് അദ്ദേഹത്തിന്, കമാൽ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. കമാൽ ഖാൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടി ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് അത്ര അദ്ദേഹം 10ാം ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ, ഞാൻ അയൽവാസിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിട്ട് ഞാൻ അതാണ് സിനിമയിലേക്ക് അഡോപ്റ്റ് ചെയ്തതെന്നുള്ളതാണ് കൊടുങ്ങല്ലൂരുള്ള അദ്ദേഹമായിട്ട് പരിചയമുള്ള ആൾക്കാർ മുഴുവൻ വിശ്വസിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം എന്ന് പറയുന്നത്, ഈ ഇതേപോലെ ലെറ്റർ എഴുതി പറ്റിക്കുന്നതെന്ന് പറയുന്നത് അന്ന് അവിടെ എല്ലാവർക്കും അറിയായിരുന്നു, ആ സ്കൂളിൽ എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇവർക്ക് കഥ അറിയില്ലോ, സിനിമ വരുമ്പോഴേ കഥ അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹം ധരിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഞാൻ സിനിമ ആക്കിയാണെന്നുള്ളതാണ്. ഞാനത് തിരുത്താനും പോയില്ല. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നത് മരിക്കണവർ അത് അങ്ങനെ വിശ്വസിച്ചു എന്നാണ് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ സിനിമയാക്കി എന്നുള്ള രീതിയിൽ. ശ്രീനിവാസൻ്റെ സുഹൃത്താണെങ്കിൽ ശ്രീനിവാസനെ അന്വേഷിച്ച് പിന്നീട് കുറേ കാലം നടന്നിരുന്നു എൻ്റെ കഥ എന്നോട് ചോദിക്കാണ്ട് സിനിമയാക്കിയെന്നും പറഞ്ഞ് ശ്രീനിയെ കൊല്ലൂ എന്നും പറഞ്ഞിട്ട് അയാൾ കുറേ കാലം നടന്നു എന്നും പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അത് വേറെ രസകരമായ കഥയാണ്, ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മഴയത്തുമ്പയുടെ ഡിസ്കഷന് വേണ്ടിയിട്ട് കണ്ണൂർ താമസിക്കുന്ന സമയത്ത് ഒരാൾ ശ്രീനിവാസനെ അന്വേഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അവിടെ. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അത് മറ്റേ പഴയ കക്ഷിയാണ്, പാവമ്പാൻ രാജകുമാരൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കഥ സിനിമയാക്കിയെന്നും പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ എന്നെ കാണാൻ വേണ്ടി വരും, എന്നെ അസഭ്യം പറയാൻ വേണ്ടി ചീത്ത വിളിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു പറഞ്ഞു. അയാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവും. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് അയാളുടെ പേര് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളന്ന് എന്തോ ദാമോദരൻ എന്തോ പേര് പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ദാമോദരനോ? അയ്യോ, അയാൾ മരിച്ചിട്ട് 2 കൊല്ലമായല്ലോ, അയാൾ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചല്ലോ എന്ന് പറഞ്ഞു. അയാളാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാളാണ്, അയാൾ എന്നോട് ഇന്നലെയും കൂടി പറഞ്ഞല്ലോ ദാമോദരൻ. അയ്യോ, അയാൾ മരിച്ചിട്ട് 2 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, ഇനി ദാമോദരൻ്റെ പ്രേതമാണോ ഇനി? ശ്രീനിവാസൻ ചോദിച്ച് മരിച്ചിട്ടും ദാമോദരൻ്റെ പ്രേതം എന്നെ അന്വേഷിച്ച് കിടക്കണമെന്ന് ചോദിച്ചിട്ടൊരു കഥ ഈ മഴയത്തുമ്പയുടെ ഡിസ്കഷൻ സമയത്ത് ഇതിൻ്റെ ഒരു തുടർച്ചയും കൂടി ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ സ്വന്തം അനുഭവമാണെന്ന് ധരിച്ചിട്ട് ചിലർക്ക് അത് തമാശയായിട്ട് എടുക്കാൻ പറ്റും. ഞാനാണെന്ന് പറഞ്ഞത്, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ അയൽവാസിയായ കക്ഷി അത് എന്താ പറയുക, അഭിമാനമായിട്ട് എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ കഥ സിനിമയാക്കുന്നത്. മറ്റേ ആളിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേടായിരുന്നു. കാരണം നാട്ടിൽ പിന്നെയും അയാൾ അപമാനിതനായി എന്നുള്ള രീതിയിലാണ് ശ്രീനിവാസനെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് അയാൾ നടന്നിരുന്നത്. അപ്പോൾ ആ സിനിമയുടെ പുറകിൽ ഇങ്ങനെ ചില തമാശകളുണ്ട്. അതുകൊണ്ട് തന്നെ പാവമ്പാൻ രാജകുമാരൻ പേര് പോലെ തന്നെ കുറേ പാവമ്പാൻ രാജകുമാരന്മാർ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ സിനിമയായിട്ടുള്ള എൻ്റെ രസകരമായിട്ടുള്ള ഓർമ്മ.